പിന്നെ ഈ പറയുന്ന പേരുകളിലുള്ള ആൾക്കാരും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാത്തത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവരോട് എല്ലാവരോടും അവസരം ചോദിച്ചിട്ടുണ്ട്. ഓരോ ബിബിൻചേട്ടനൊക്കെ എന്തോരം തവണ ഞാൻ വിളിച്ച അവസരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവസരം തന്നിട്ടില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു. ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല കൈഡി കിട്ടിയ ഒരു ആക്ടർക്ക് പിന്നെ 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 ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇത്രയോളം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പഠിച്ചു ഈ 10 കൊല്ലം കൊണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു നല്ലൊരു കഥാപാത്രം നമ്മളെ തേടി വരും. അപ്പം നമുക്ക് ലൈഫ് ഉണ്ടാകും എന്ന് ഒരിക്കലുമില്ല. എന്താണ് ചോദ്യം? അങ്ങനെ ചോദിക്കാനേ എന്നോട് പാടില്ല. ഞാൻ ഒരിക്കലും സിനിമ എന്നുള്ള എൻ്റെ അഭിനയ ജീവിതം ഒരിക്കലും ഞാൻ വിടില്ല. ഒരു സർക്കിളിൽ പോയിട്ട് അപ്പാനി എപ്പോഴും സിനിമകൾ ചെയ്യുന്നതും കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്? ആരും വിളിക്കാത്തതുകൊണ്ട്. അതായിരിക്കാം. ആരും വിളിക്കാത്തത് കൊണ്ടാണ്. വിളിച്ചാൽ അഭിനയിക്കാൻ പോകും. ഞാൻ സത്യം അതിനെ കോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ കോൾ വന്നപ്പോൾ കൂട്ടുകാരന്മാരെ സിനിമയിൽ വിളിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ പറഞ്ഞിട്ട് നമ്മളെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മൾ മാറിപ്പോകുമ്പോഴും ആ സമയത്ത് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം തോന്നിയാൽ കൂടി ഞാനത് കൊണ്ട് നടക്കാറില്ല. അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് അധികം ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനിപ്പോൾ അങ്കമാലി ഡയറീസ് ചെയ്തപ്പോൾ വലിയ വിജയത്തിലേക്ക് എത്തി. അന്ന് ആ സമയത്ത് എൻ്റെ ചിന്തകളും ഇന്നത്തെ ചിന്തകളും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പം അന്ന് ഞാൻ കുറച്ചൊക്കെ ചിന്തിക്കണമായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അങ്കമാലി ഡയറീസിലെ തോട്ടേറിന് ശേഷം അപ്പാനി ശരത്തിന്റെ കുറേ അധികം സീനുകൾക്ക് ആളുകൾ കൈയടിക്കുന്നു, ആഘോഷിക്കുന്നു, ഇമോഷണലി കണക്റ്റ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് അനന്തങ്കാടിനെ സംബന്ധിച്ചിടത്തോളം അപ്പാനി എന്ന ആക്ടറിനെ ഒന്നുകൂടി മലയാളിയുടെ ഒരു മുഖത്തേക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മയിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഘടകം. അപ്പാനിയാണ് ചേരുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി. നമസ്കാരം. നമസ്കാരം. ലിറ്ററലി ഇങ്ങനെ ഒരു നിമിഷം ഒരുപാട് കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു. ഡെഫിനറ്റ്ലി വലിയ സിനിമകൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അങ്കമാലി ഡയറീസും അനന്തൻകാടിൻ്റെയും ഇടയിൽ ഒരുപാട് സിനിമകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പാനി എന്തെങ്കിലും സ്ക്രീനിൽ ചെയ്യുമ്പോൾ ആളുകൾ ചിയർ ചെയ്യുക, ആളുകൾ കൈയടിക്കുക. അതായത് ആക്ടറും ഈ പറയുന്ന പെർഫോമറും ഓഡിയൻസ് തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. നാടകത്തിലൊക്കെ അത് കുറച്ചുകൂടി എവിഡൻ്റ് ആണ്. നമ്മൾ വൺസ് ഒരു ആക്ടർ നാടകത്തിൽ നോട്ടീസ് ചെയ്തപ്പെട്ടാൽ പിന്നെ എപ്പോഴൊക്കെ ആ ആക്ടർ നാടകത്തിൽ വരുന്നു അപ്പോഴൊക്കെ ആളുകൾ കൈയടിക്കും. അതുപോലെ അപ്പാനിയുടെ സീനുകൾ ഫസ്റ്റ് തൊട്ടേ കൺവേ ആവുന്നു, ആളുകൾ ഫസ്റ്റ് തൊട്ടേ കൈയടിക്കുന്നു. അതായത് കൈയടി മാസ് സീക്വൻസുകൾക്ക് മാത്രമല്ല, ആര്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന ഒരു ഹ്യൂമർ ഡയലോഗിന് പോലും ആളുകൾ ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് കണക്റ്റായ അപ്പാനിയുടെ ഏറെക്കുറെ പറഞ്ഞ രണ്ടാമത്തെ കഥാപാത്രമാണ് അനന്തങ്കാട്. ഇങ്ങനെ ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പം പറഞ്ഞതുപോലെ അങ്കമാലിക്ക് ശേഷം കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. എല്ലാ സിനിമകളും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തിയേറ്ററിൽ കയ്യടി കിട്ടണം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും അത് കിട്ടാതെ പോകുമ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇങ്ങനെ ആലോചിക്കുന്നത് ഈ സീനിൻ്റെ കയ്യടി കിട്ടുമോ, അപ്പോൾ കിട്ടാതിരിക്കുമ്പോൾ വളരെ സങ്കടമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും നല്ലൊരു ക്യാരക്ടർ വന്നു ഇനി ഈ പറഞ്ഞ എൻ്റെ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ കിട്ടിയ ഒരു സ്വീകാര്യതയും കയ്യടിയൊക്കെ എനിക്ക് ഇനിയും കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരുപാട് പ്രയത്നിച്ചു. അതുകൊണ്ടായിരിക്കാം അനന്തങ്കാടിലെ ജാക്സൺ എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. 10 വർഷത്തെ ഒരു ഗ്യാപ്പ് കൂടി ഉണ്ടല്ലോ. അതെ, ഈ പറഞ്ഞ കയ്യടി എന്ന് പറയുന്ന ഒരു ഏരിയക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ 10 വർഷമൊക്കെ എന്താ അപ്പാനി പഠിച്ചത് പേഴ്സണലി മലയാള സിനിമയിൽ നിന്നിട്ട്? 10 വർഷം കൊണ്ട് കുറേ പഠിച്ചു ബ്രദർ. പഠിച്ചത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നാമതൊരു ക്ഷമ വേണം. ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ക്ഷമ എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. പിന്നെ പലപ്പോഴും പലയിടത്തും തോറ്റെന്ന് വരാം, പലയിടത്തും നമ്മളെ ഈ പറഞ്ഞ അപമാനിക്കപ്പെടാം, ഒഴിവാക്കപ്പെടാം ഒക്കെ ചെയ്യാം. സോ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മുഴുവനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഭ്രാന്താണല്ലോ. ഞാൻ നാടകത്തിൽ തുടങ്ങി, സ്കൂൾ കാലങ്ങൾ തൊട്ടേ നാടകത്തിൽ തുടങ്ങി, തിരുവനാടകങ്ങളിലൂടെ കളിച്ചു കിടന്നു, കാലടിയിലെത്തി, നാടകത്തിൽ PG കഴിഞ്ഞു, സിനിമയിലെത്തി, അങ്കമാലിയിലെത്തി. ആദ്യ സിനിമ തന്നെ ഇത്രയും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് നമ്മൾ അത്രയൊന്നും വിചാരിക്കുന്നില്ല. അതിനുശേഷമുള്ളതായിരുന്നു അത് ഭീകരമായിട്ടുള്ള സർവൈവൽ. അതിനു മുമ്പുള്ളൊരു ലൈഫും ജീവിതമായിരുന്നു, അതൊക്കെ പോവും, ജീവിച്ചങ്ങ് പോവും. പക്ഷെ ഇത് ഭീകര സർവൈവൽ, ഈ ഒരു പിടികിട്ടാത്ത ഒരു സർവൈവൽ. കാര്യം നടനാവുകയും ചെയ്തു, ആൾക്കാർ അക്സെപ്റ്റബിൾ നമ്മളെ ഉള്ളിലോട്ട് എടുക്കുകയും ചെയ്തു.
അപ്പൊ നമ്മൾ എന്തു ചെയ്തിട്ടും അത് ചിലത് വർക്കാവുന്നില്ല, ചിലത് വർക്കായാൽ പോലും അത് വർക്കാണെന്ന് പറയുന്നില്ല. അങ്ങനെ പലതരത്തിൽ എന്നെ ഇട്ട് ഇങ്ങനെ തട്ടി 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 ഞാൻ അങ്ങനെ പോവായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു, ഞാൻ പറഞ്ഞു നമുക്കൊരു ലൈഫുണ്ട്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ആകെ ഒരു 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 മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വരുന്ന സിനിമകൾ ചെയ്താലേ പറ്റുള്ളൂ. ചെയ്തു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു. ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല കൈഡി കിട്ടിയ ഒരു ആക്ടർക്ക് പിന്നെ 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 ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. വീണ്ടും അവിടുന്ന് തിരിച്ചു കയറി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 3 വർഷം മുമ്പ് മുരളിച്ചേട്ടൻ ഈ സബ്ജക്റ്റ്, ഇങ്ങനൊരു ക്യാരക്ടറിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നതും പിന്നീട് അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അതിൻ്റെ പ്രൊജക്റ്റിലേക്ക് മാറുന്നതും ജാക്സണിലേക്ക് എത്തുന്നതൊക്കെ ഒരു മാറ്റമായിരുന്നു ലൈഫിൽ. വലിയൊരു മാറ്റം തന്നെയാണ്. എന്താ പറയാ, ഒരു വലിയ സന്തോഷവും സമാധാനവും തരുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരുപാടൊന്നും അങ്ങനെ ഒരു ഇത് ആവുന്നില്ല. ഇല്ല 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 ഞാൻ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം ഞാൻ അതിൽ മനസ്സിലാക്കി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഇനി അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ കാത്തിരിക്കാൻ ഞാൻ എത്രയോളം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പഠിച്ചു, ഈ 10 കൊല്ലം കൊണ്ട് ഞാൻ കുറേ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു അവസരത്തിന് വേണ്ടി പെട്ടെന്ന് എടുത്ത് ചാടില്ല ഞാൻ. എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. അത് വെച്ച് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോകും. അത്ര തന്നെയാണ്. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആര്യയ്ക്ക് പോലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാലും ആര്യയ്ക്ക് പോലും കിട്ടാത്തൊരു ഭയങ്കരമായ കയ്യടിയായിരുന്നു ഈ പറഞ്ഞ സിനിമയുടെ അകത്ത്. ഈ സാബുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനിൽ പഞ്ച് ഡയലോഗ് പ്ലേസ് ചെയ്യുമ്പോൾ ജാക്സണ് കിട്ടുന്നത്. ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിന് കയ്യടിയുണ്ട്, അതിനുശേഷം ഡയലോഗിന് കയ്യടിയുണ്ട്. ആളുകളുടെ മനസ്സിൽ ജാക്സൺ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ, അതായത് ഈ പറഞ്ഞ ആ തോട്ടേറിന് ശേഷം ലിറ്ററലി ഇതിനും അതുപോലെ തന്നെ വയലിൻ്റെ ഒരു കാര്യം, പക്ഷെ ഇവിടെ നായകന്റെ സ്ഥാനത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അത് കിട്ടിയപ്പോ ഇത്രയും കാലം ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്? ഒരു മറ്റൊരാളെക്കാൾ എന്നുള്ളതല്ല, ഇപ്പം എല്ലാവരും അവരവരുടെ ജോലികൾ വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സ്പേസ്, എന്റെ കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതെനിക്ക് വലിയ ആവശ്യവും കൂടെ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ആവശ്യമാണ്. തിയേറ്ററിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കുക, എൻ്റെ ഓഡിയൻസിനെ എനിക്ക് തിരിച്ചു പിടിക്കുക. എന്നെ വളർത്തിയ എൻ്റെ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ സിനിമ കാണുന്ന ആൾക്കാരാണ് എന്നെ ശരത്തും ഒരു വെയിറ്റ് ചെയ്യുന്ന അപ്പാന് ശരത്തിലേക്ക് ആക്കിയത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ മാത്രമേ അവരെന്നെ മനസ്സിലേക്ക് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. കാര്യം എന്നെക്കാട്ടി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ 100% അതിൽ ഒരു ഇൻവോൾവ് ആയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ അതിന് ഏറ്റവും സപ്പോർട്ട് വേണം. ഇപ്പൊ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ മാത്രം വിചാരിച്ചാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം നല്ല സ്ക്രിപ്റ്റ്, മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ്. മുരളിച്ചേട്ടൻ അതിന് എന്നെ അദ്ദേഹത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കാര്യം. ഞാൻ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹം ഈ കഥാപാത്രം എൻ്റെ അടുത്തേക്ക് തരുന്നത്. അപ്പൊ എനിക്കൊരു പുതിയൊരു വാതിലൂടെ അദ്ദേഹം തുറന്നിടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് സ്വയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഡ്രംസ് വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിട്ട് അപ്പനോട് ഭാഗത്തുനിന്ന് വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പനെ സമയം എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൂടി പണിയെടുക്കാൻ കൂടി പറ്റുന്ന ഒരു സ്പേസിലേക്ക് കൂടി എത്തിയത് അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവശ്യം. നമ്മുടെ ഒരു ഡ്രമ്മ് സത്യം പറഞ്ഞാലും മുരളിച്ചേട്ടൻ കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, ഷാർത്ത ഡ്രമ്മ് പഠിച്ചേ പറ്റൂ, ഡ്രമ്മറാണ് ഇത്, ഡ്രമ്മ് വായിക്കണം. അപ്പൊ ഞാൻ കരുതി ഷൂട്ടിംഗ് അല്ലേ, ഡ്രമ്മ് കുറച്ചൊക്കെ നമുക്ക് നോക്കാം എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞു, ഡ്രമ്മ് പഠിച്ചിട്ട് എനിക്ക് അപ്പാനി അത് വീഡിയോ എടുത്ത് അയച്ചു തരണം എന്ന് പറയുന്നിടത്ത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അപ്പം തൊട്ട് ഡ്രമ്മ് 3 മാസമായിട്ട് എടുത്ത് ഡ്രമ്മ് പഠിച്ചു എന്ന് വെച്ചാൽ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല, എന്നാലും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു റൗണ്ട് വായിക്കും. ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഡ്രമ്മ് പഠിക്കാൻ പറ്റി. ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞു. നമ്മൾ ചെണ്ട കൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ജിംബ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ. കുറേ ഐറ്റംസ് ഉണ്ട്. അത് ഭയങ്കര വർക്ക്ഷോപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഒന്ന് നമ്മളെ മെന്റലി നമ്മൾ ഭയങ്കര കോർഡിനേഷൻ, ഭയങ്കര റിലാക്സ്ഡ് ആവും. ഞാൻ അത് പഠിക്കാൻ പോയതെടുത്തെന്നാണ് ജാക്സണിലേക്ക് എനിക്ക് കയറാൻ പറ്റിയത്. ഒരുപക്ഷെ ഞാൻ അത് പഠിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ജാക്സണിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, അത് പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ് അതെന്നെ പഠിപ്പിച്ച മാഷിനോട് നന്ദി.
അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ലൊക്കേഷനിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെറ്റിലും ഡ്രം ഉണ്ടായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഡ്രമ്മൊക്കെ അവർ വാങ്ങി തന്നു പ്രാക്ടീസ്. ആ റൂമിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഡ്രം, എപ്പോഴും ഡ്രം കൊട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ സ്റ്റിക്ക് കറക്കണ ഒരു സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രമ്മറുടെ ഒരു ബോഡി ലാംഗ്വേജ് സ്പീഡില്ല, ആ സ്പീഡ് തന്നെയാണ് ബാക്കിയുള്ള കുറച്ച് വയലൻസ് സീനുകളിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ 10 വർഷത്തിനിടയിൽ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ അപ്പാനി പോകുന്ന റൂട്ട് ശരിയല്ല, ഇത്ര അധികം പടങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല? നിങ്ങളുടെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോ മലയാളത്തിൽ ധനുഷിനെ പോലെ പവർ ഉള്ള ഒരു ആക്ടർ എന്നൊക്കെയുള്ള രീതിയിലാണ് റൈറ്റപ്പ് വന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സങ്കടത്തോടു കൂടി പറഞ്ഞ സിനിമയിലകത്തുള്ള ആളുകളുണ്ടോ? പിന്നെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരോട് എന്താ മറുപടി പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരാം, വെയിറ്റ്, നമുക്ക് നല്ല പരിപാടികൾ വരും ബ്രദർ, നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഒത്തിരി പേര് പറയും, നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പറയും ശരത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ പടങ്ങൾ ചെയ്യരുത്, നോക്കി ചെയ്യണം. പിന്നെ പറഞ്ഞു മടുത്തവർക്ക് ഇവൻ എന്തോ ചെയ്യട്ടെ എന്ന രീതിയിൽ അങ്ങനെ. പക്ഷെ അത് സാഹചര്യമല്ലേ, നമ്മുടെ സിറ്റുവേഷൻസ് ആണല്ലോ നമ്മളെ എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അത് മനഃപൂർവ്വമായിട്ടല്ല എന്നുള്ളതാണ്. കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കും, അത്ര തന്നെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു നല്ലൊരു കഥാപാത്രം നമ്മളെ തേടി വരും, അപ്പൊ നമുക്ക് ലൈഫ് ഉണ്ടാകും എന്ന് ഒരിക്കലുമില്ല. എന്താണ് ചോദ്യം? അങ്ങനെ ചോദിക്കാനേ എന്നോട് പാടില്ല. ഞാൻ ഒരിക്കലും സിനിമ എന്നുള്ള എൻ്റെ അഭിനയ ജീവിതം ഒരിക്കലും ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. അതിന് സിനിമ ഇല്ലാതായാൽ പോലും, എന്നെ ആരും വിളിച്ചില്ലെങ്കിൽ പോലും, എനിക്ക് സിനിമകൾ അവസരം നഷ്ടപ്പെട്ടാലോ, എനിക്ക് എൻ്റെ അഭിനയം, അങ്ങനെ ഞാൻ ഒരിക്കലും സിനിമ വിടില്ല. സിനിമയല്ല, അഭിനയം നിർത്തില്ല ഞാൻ. അത് നമുക്ക് എത്ര വർഷമായി, എനിക്ക് വലിയ പ്രായമില്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയില്ല, എൻ്റെ വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അഭിനയം വിടില്ല, അഭിനയിച്ചുകൊണ്ടേയിരിക്കും. സിനിമ, നാടകം എല്ലാം ഉണ്ടല്ലോ നമുക്ക് മാധ്യമങ്ങൾ. ഇതിനുശേഷം ഈ ആനന്ദങ്കാടിന് ശേഷം ഇപ്പൊ വരുന്ന റിവ്യൂസിനകത്തും അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ഈ അഭിനന്ദന പ്രകടനങ്ങളുടെ ഒക്കെ ഇടയിൽ, ഈ വരുന്ന അപ്രീസിയേഷൻസിന്റെ ഇടയിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അങ്ങനെ പറയുന്നവരുണ്ടോ? ഒത്തിരി പേര്. അതായത് ഈ അങ്കമാലിയില് ഈ അപ്പാനിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഡെഫിനറ്റ്ലി ഒത്തിരി പേരുണ്ട്. അപ്പം അവര് ഈ ഭാര്യയായിട്ട് വഴക്ക് കൂടിയിട്ടേ അയാളെ കുട്ടിയെ പിടിച്ചിട്ട് പുറത്ത് പോയി നിൽക്കുമ്പോ യൂക്ലാംബുരാജ് വന്ന് പുറത്ത് കൈ, ഓ അവരൊന്ന് ക്രിമിനൽസ് ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഇടയിലത്തെ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ, ക്രിമിനൽസിന് ഫാമിലി ഉണ്ടാവും, ആ വാംത്ത് കാണിച്ചിട്ട് ആ സട്ടിലിറ്റി. കാര്യം ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നതിന് താല്പര്യം ഇല്ല അപ്പൊ എനിക്ക് ആ സമയത്ത്. പക്ഷെ ഇവനും കാരണം, അളിയൻ കാരണം ഇങ്ങനെ പ്രശ്നവും ഉണ്ടായി. എന്നാ എനിക്ക് എന്റെ മറ്റേ വില്ലനിസം വിടാനും പറ്റൂല, കൊച്ചായി, കുടുംബമായി, എങ്ങനെയെങ്കിലും ഞാൻ പോർക്ക് വെച്ചോടൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കി. ഇവൻ കാരണം നടക്കുന്നതുമില്ല. അതിന്റെയൊക്കെ ഉള്ളൊരു ദേഷ്യത്തിൽ പുറത്തിറങ്ങി നിന്നതാണ് ആ സമയത്ത്. അപ്പോഴാണ് ഷൂട്ടിങ് ഓപ്പോസിറ്റ് ഒരാൾ അവിടെ കയറി നിന്ന്. സത്യം പറഞ്ഞ ആ സീനെ, അത് ആക്ച്വലി അവിടെ അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് എന്നോട് അങ്കമാലിയിൽ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ട് ശരത്ത് ഇറങ്ങി പോക്കിയോ, പുറത്തിറങ്ങിപ്പോയി നിൽക്കാൻ നേരത്ത് യൂക്ലാമ്പ് ഇവിടെ അവനെ ചവിട്ടിയിട്ട് യൂക്ലാമ്പ് പുറത്തിറങ്ങി വരും, തോളിൽ കൈ വയ്ക്കുക, അത്രേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാനിങ്ങനെ, അപ്പൊ അവിടെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ സെറ്റിലുള്ള എല്ലാ ആൾക്കാരെയും മാറ്റുമല്ലോ, മാറിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് സാധനം എടുത്ത് ഞാൻ കൊട്ടി പുറത്തിറങ്ങി എന്നപ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ വാതിൽ പറഞ്ഞിട്ട് ഷൂട്ടാണ് വന്ന് എത്തി നിന്നതാ. ഞാൻ എന്താണ് നോക്കിക്കണേ, കയറിപ്പടാ എന്ന് പറയുമ്പോൾ അയാളും കയറി പോവുകയും ചെയ്തു. അത് സിനിമയിൽ വന്നു, അതിന് ഭയങ്കര കൈയടി കിട്ടി. അപ്പൊ അങ്ങനെ അതൊരു വേറൊരു വേൾഡ്, കഥാപാത്രത്തിലേക്കുള്ള പ്രയാണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വേറൊരു വേൾഡ്. അതെ, അത് വേറൊരു വേൾഡ്. ജാക്സണും ഷൂട്ടിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കോവിഡിന് ശേഷമൊക്കെ കുറച്ചും കൂടി ഈ സ്ഥലം സ്പെസിഫിക് ഒക്കെ ആയിട്ട് ആളുകള് സിനിമയുടെ ഗാങ് എന്ന് പറയാൻ പറ്റില്ല, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മൂസിൻ ബരാരി ആ സെറ്റില് നോർത്തേൺ കേരള ബേസ് ചെയ്തുകൊണ്ടിട്ട് അവിടെ ഒരുപാട് സിനിമകൾ സംഭവിക്കും. സക്കറിയ അവരുടെ ടീമിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കണം. അതിനും മേലെ ഇപ്പൊ സെന്ന ഹെഗ്ഡെ, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അവരുടെ കാസർഗോഡ് സെറ്റിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് മട്ടാഞ്ചേരിയിൽ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാലിദ് ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്ന് ആഷിഖ് അബു, ശ്യാം പുഷ്കരൻ ടീമിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ചും കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്ത് ഈ വിപിൻ ദാസ് സെറ്റുകളിൽ നിന്ന് ഒരുപാട് സിനിമകൾ സംഭവിക്കുന്നുണ്ട്.
ഈ ഒരു ഏരിയയിലും കോമൺ ആയിട്ട് അപ്പാനിയെ കണ്ടിട്ടില്ല. അപ്പാനിക്ക് അങ്ങനെ ഒരു ഗോ ടു ഗാങ് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരുടെയും കൂട്ടുകാരനായിരിക്കാം. അതൊരു സ്ഥലം സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 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 സർക്കിളിൽ പോയിട്ട് അപ്പാനി എപ്പോഴും സിനിമകൾ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്? ആരും വിളിക്കാത്തതുകൊണ്ട് അതായിരിക്കാം. ആരും വിളിക്കാത്തത് കൊണ്ടാണ്. വിളിച്ചാൽ അഭിനയിക്കാൻ പോകും. ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കാം. അപ്പം എൻ്റെ ജോലി അഭിനയമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പം ആര് വിളിച്ചാലും ഇവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാവരും സിനിമകൾ ഞാൻ കാണാറുണ്ട്. ഇവരെല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം അവർ വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടീമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒറ്റാന്തടിയാണ്. എനിക്ക് എൻ്റെ സിനിമകൾ, എനിക്ക് വരുന്ന സിനിമകൾ കൂട്ടുകാരിൽ നിന്നാണല്ലോ കുറേ സിനിമ ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഉറപ്പായിട്ടും സുഹൃത്തുക്കൾ, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് നാടകം ചെയ്ത് വന്ന ഒരാളായത് കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് നാടക സുഹൃത്തുക്കളുണ്ട്. അവര് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ കാലടിയിലാണ് PG പഠിച്ചത്, നമ്മുടെ എറണാകുളത്ത്. അപ്പൊ ഇവിടെ എറണാകുളത്ത് കുറെ നാടക സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട്, നല്ല സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട് എനിക്ക്. അത് കൂടുതലും ഈ പറയുന്ന നാടകവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അതിൽ പെടാറുണ്ട്. പിന്നെ ഈ പറയുന്ന പേരുകളിലുള്ള ആൾക്കാരും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാത്തത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവരോട് എല്ലാവരോടും അവസരം ചോദിച്ചിട്ടുണ്ട്. ഓരോ ബിബിൻചേട്ടനൊക്കെ എന്തോരം തവണ ഞാൻ വിളിച്ച അവസരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവസരം തന്നിട്ടില്ല. അവസരം തന്നാൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വൃത്തിയായിട്ട് പെർഫോം ചെയ്ത് കൊടുക്കും, ചെയ്യും. ഈ ഇതിനകത്ത് ഈ വിഷമങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അതായത് സിനിമ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അഡ്വാൻസ് വന്നിട്ട് വിളിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കാത്ത അവസ്ഥ, കൂട്ടുകാർ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ അപ്പാനി മാത്രം ഇല്ലാത്ത അവസ്ഥ. ഇതിനൊക്കെ നേരിടാൻ കൂടി നമ്മൾക്കൊരു പ്രിപ്പറേഷൻ വേണ്ട. നമ്മൾ മെന്റലിയും കൂടി അതിനെ ഒരുങ്ങണ്ടേ? അതിനെങ്ങനെ തയ്യാറെടുത്തിരുന്നത്? അല്ല, അതെന്താ സംഭവിച്ചാല് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നല്ലേ ഇതെല്ലാം. നമ്മളത് തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. ഒരു അങ്കമാലി സംഭവിക്കാതിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായിരുന്നു ചിന്തിച്ചാൽ മാത്രം മതി അതിന് ഉത്തരം. അത്രേ ഉള്ളൂ. അങ്കമാലി സംഭവിക്കാതിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും നാടക കമ്പനിയിൽ നാടകക്കാരനായിട്ട് നാടക പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് തന്നെ ഞാൻ പോയാണ്. അങ്കമാലിയിൽ എത്തി, അത്രേ ഉള്ളൂ. പിന്നെ ഇവരാരും വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചല്ലോ നമ്മൾ ജീവിതം തുടങ്ങിയത്, അല്ലേ? എൻ്റെ ജീവിതമൊക്കെ തുടങ്ങുന്നത് എവിടുന്നാ? അങ്കമാലി ഡയറീസ് എന്നല്ല എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഈ പറയുന്ന ഉത്സവപ്പറമ്പിലെ നാടകവേദികളിൽ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എൻ്റെ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കല സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ തുടക്കത്തിലെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു ജേണി വെച്ച് നോക്കുമ്പോൾ പകുതിക്ക് വെച്ചപ്പോൾ ഞാൻ 10 കൊല്ലമല്ലേ ആയുള്ളൂ ഞാൻ സിനിമയിൽ എത്തിയത്. വെറും 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഈ 10 കൊല്ലത്തിനിടയിൽ ചിലപ്പം അങ്ങനെയൊക്കെ കൂട്ടുകാരന്മാരെ സിനിമയിൽ വിളിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ പറഞ്ഞിട്ട് നമ്മളെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മൾ മാറിപ്പോകുമ്പോഴൊന്നും ആ സമയത്ത് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം തോന്നിയാൽ കൂടി ഞാൻ അത് കൊണ്ട് നടക്കാറില്ല. കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് വെറുതെ നമ്മുടെ മൈൻഡിനൊക്കെ വെറുതെ ഡിസ്റ്റർബ്ഡ് ആക്കി വേണ്ട. അതിനും പകരം നമുക്ക് എപ്പോഴെങ്കിലും നല്ലൊരു അവസരം വരുമ്പോൾ ആ അവസരം നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റൂല. അത് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ഇപ്പം ഞാനിപ്പം കണ്ടിന്യൂസ് എൻ്റെ കുറെ സിനിമകൾ ഇറങ്ങി ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ആളാണെങ്കിലും എന്നെ ഒരു പടം ചെയ്യാൻ പോലും എന്നെ വിളിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, വിളിക്കില്ല. എത്രയൊക്കെ പറഞ്ഞാലും വിളിക്കില്ല. അയ്യോ അവനെ വിളിച്ചു കഴിഞ്ഞാൽ സിനിമ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ നല്ല വിജയം കൊടുക്കണം, നല്ല സക്സസ് ആയിട്ടുള്ള നല്ലൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കൊടുക്കണം. അപ്പൊ പഴയതുപോലെ അവർക്ക് ആവശ്യം വരും. അപ്പൊ നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ പോവും, വീണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യും, പഴയതൊക്കെ മറക്കും. അപ്പോൾ മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ലേ, മുന്നേ അവൻ വിളിക്കും. അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിരിക്കില്ല, ഒരിക്കലും വെച്ചേക്കില്ല. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലി നോക്കി ഞാൻ പോവും. പണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കും, എന്നിട്ട് റിയാക്ട് ചെയ്യാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇതുപോലെ അവഗണനകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാനത് മനസ്സിലങ്ങനെ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കൂല. എപ്പോഴെങ്കിലൊക്കെ എൻ്റെ മുമ്പിൽ ദൈവമായിട്ട് ഇങ്ങനെ ലൈഫ് എനിക്ക് മാറ്റും എന്നെ. ഞാൻ അത് അങ്ങനെ പോവും, അത്രേ ഉള്ളൂ. എന്നാലും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതായിരിക്കും സിനിമാ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതായിരിക്കും? ലോവസ്റ്റ് പോയിന്റ് അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് അധികം ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ലോവസ്റ്റ്. ഞാനിപ്പോ അങ്കമാലി ഡയറീസ് ചെയ്തപ്പോൾ വലിയ വിജയത്തിലേക്ക് എത്തി. അന്ന് ആ സമയത്ത് എൻ്റെ ചിന്തകളും ഇന്നത്തെ ചിന്തകളും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ അന്ന് ഞാൻ കുറച്ചൊക്കെ ചിന്തിക്കണമായിരുന്നു. അന്ന് അത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അന്ന് കുറച്ചൊക്കെ
ചിന്തിച്ച്, കാരണം ഞാൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്കാണ്. അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാനത് മനസ്സിലാക്കി നല്ല വേഷങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകണമായിരുന്നു. അന്ന് എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റാതെ ആയിപ്പോയി. അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു, ഞാൻ അങ്ങനെ പറയാം, അതിന്റെ ഉത്തരം അതായിരിക്കും. കുറച്ചും കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക്, എന്നിട്ട് ഞാൻ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തു. വെളിപാടിന്റെ പുസ്തകം, നമ്മുടെ ചെക്കച്ചിവന്തമാനം, ചണ്ടക്കൊഴിച്ചു, അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്തു, മാലിക് ചെയ്തു. പക്ഷെ കുറച്ചും കൂടിയൊക്കെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറയുന്നത് ഞാൻ ഭയങ്കര ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. അതൊന്നും പാടില്ല. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ആരത്തും കയറി ഓപ്പൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ ഒതുക്കി നിന്നാൽ മാത്രം മതി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് തന്നെയാണ്. അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു തോന്നി എനിക്ക്. അത്രേ ഉള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞാൻ 10 കൊല്ലം കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 10 കൊല്ലം കാത്തിരിക്കേണ്ടത്. ഞാൻ ഈ 10 കൊല്ലം കാത്തിരിക്കേണ്ട കാരണം തന്നെ അതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു പക്ഷെ കുറച്ചധികം സിനിമകളിലും കൂടെ കുറച്ച് ഇപ്പൊ ഇന്ന് കാണുന്ന ജാക്സനെക്കാട്ടി നല്ല വലിയ വലിയ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ കിട്ടിയാനെ. അതായിരിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ, സിനിമയ്ക്കുള്ളിലെ ബന്ധങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വേറൊരു തരത്തിലല്ല, അങ്ങനെ കോണ്ടാക്ട്സുകളും ബന്ധങ്ങളും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരുടെ സിനിമ സർക്കിളുകളിൽ, സിനിമ ചർച്ചകളിൽ നമ്മൾ വരുള്ളൂ. അപ്പൊ ഞാൻ അതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ അതിനുശേഷം ഞാൻ ഇപ്പം ഈ 10 കൊല്ലത്തിനിടയിൽ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും, എന്നെ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ നിരന്തരമായി ശല്യപ്പെടുത്തും, നിരന്തരമായി വിളിക്കുകയും നിരന്തരമായി അവസരം ചോദിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇനിയും എൻ്റെ മുന്നിലേക്ക് കുറെ നല്ല സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ അനന്തൻകാടിലെ നല്ല പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, എൻ്റെ നിരന്തരമായ ഈ കഠിന പ്രയത്നം കൊണ്ട്, രാവിലെ ആവുമ്പോൾ തുടങ്ങും. അങ്ങനെ ഏറ്റവും അധികം കൊതിക്കുന്ന ആരാ മലയാളത്തിൽ? ഏറ്റവും അധികം കൊതിക്കുന്ന ആരാ ഇപ്പൊ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള? ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്, എനിക്ക് ഓഫ് കോഴ്സ് ലിജോ ചേട്ടൻ മസ്റ്റാണ്. എനിക്ക് ആഗ്രഹമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന് എന്നെ ഒരു സിനിമയിലേക്ക് വിളിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് എന്നാലും ഇനിയും ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഇൻഡസ്ട്രിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അമൽ നീരജ് സാറുണ്ട്, അൻവർ റഷീദ് സാറുണ്ട്, ആഷിഖ് കപൂർ ചേട്ടനുണ്ട്, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പടങ്ങളുടെ ഒരു ഭാഗമാവാൻ പറ്റണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. രാജീവ് സാറിന്റെ കൂടെ ഒന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ആ സാറിന്റെ പടത്തിലൊന്നും ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ആഗ്രഹമുണ്ട്. മലയാളത്തില് അങ്ങനെ തമിഴിലോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. വെട്രിമാരൻ സാറിന്റെ കൂടെ ഒരു അസോസിയേറ്റ് പടം, അതായത് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് നടക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല. വേറൊരു പടം ഇപ്പം നിലവിൽ തമിഴില് വെച്ച് പ്ലാൻ ഉണ്ട്. എൻ്റെ ഒരു സിനിമ, അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കസിങ്ങിലാണ്. അത് നമ്മുടെ പൊൻതമിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്യാവശ്യം കുറെ പടങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് പടം ഞങ്ങൾ ചർച്ചയിലാണ് ഇപ്പോൾ. അങ്ങനെ കുറെ സിനിമകൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സർക്കിൾ ഇവിടെ നോക്കുമ്പം ഇവര് ഈ പറഞ്ഞ രാജീവ് ഏട്ടൻ, പിന്നെ അമൽ സാറ്, അൻവർ റഷീദ്, അങ്ങനെയുള്ള കുറച്ച് എല്ലാവരും കൂടെ വർക്ക് ചെയ്യണം. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് നല്ല നല്ല സിനിമകൾ കൊടുത്ത എല്ലാ ഡയറക്ടേഴ്സിനൊപ്പം ഭാഗമാവണം എന്ന് വലിയ ആഗ്രഹം. ഇപ്പൊ ജോഷി സാറിനൊപ്പം ഞാൻ അഭിനയിച്ചു. എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് സാറ്. ഞാൻ പെർഫോം ചെയ്യുമ്പം സാറ് പലപ്പോഴും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും പലപ്പോഴും എന്നെ നന്നായിട്ടുണ്ട്, ഗുഡ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയ കാര്യമാണ്. ഇപ്പൊ ജോഷി സാറിനെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സാറ് ശരത്തെ പറ എന്ന് പറയുന്നുണ്ട്. അത് വലിയ കാര്യമാണ് തന്നെയാണ്. അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ സാറിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യം. എന്താ മണിസാറിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും ചെക്കച്ചോന്ത വാനത്തിൽ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ആ ടീമിനെ എന്നെ അറിയാം. ആ ടീമിനെ എന്നെ അറിയാം. അപ്പൊ അത് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ. ഡെഫിനറ്റ്ലി. ഇനിയും ജാക്സൺ ഇപ്പൊ തന്നൊരു ഇന്ധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബേസിൽ ഇന്ധനം, അതാണ് കറക്റ്റ്. ഇനി ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്, ഇനി ഒരുപാട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്, ഇനി ഒരുപാട് ക്ഷമ ഉണ്ടാവേണ്ട അവസ്ഥയുണ്ട്. നിങ്ങളൊരു വല്ലാത്തൊരു പെർഫോമർ ഉണ്ട്. അത് എന്റെ റേഞ്ച് വേണ്ട വിധത്തിൽ അപ്പാനി തന്നെ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഇനി സിനിമ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വളരട്ടെ. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നതിന് അപ്പുറത്തേക്ക് ഞാനെന്ന് പറയുന്ന നടനെ ഞാൻ പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞാൻ വളരെ ചൂസ് ചെയ്ത് വളരെ സെലക്റ്റീവായിട്ട് നല്ല വേഷങ്ങൾ ചെയ്യും. ഇത് ഞാൻ ഇനി കളയില്ല. ഇത് ഞാൻ ഇനി ഒരിക്കലും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഈ ജാക്സനെ ഏറ്റെടുത്ത പോലെ തന്നെ എൻ്റെ മറ്റു കഥാപാത്രങ്ങളും എല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. കോമഡി ചെയ്യണം ബ്രദർ, ഹ്യൂമർ ചെയ്യണം. എനിക്കിന്ന് തിയേറ്ററിനെ ചിരിപ്പിക്കണം. അതെ, ഇപ്പൊ കോമഡിയുടെ റൈറ്റിംഗ് ഒരുപാട് മാറി. ഇപ്പൊ ഗിരീഷ് ഷെഡി ഒരു കൈൻഡ് ഓഫ് എനിക്ക് ചിരിപ്പിക്കണം. ഇനി ജനങ്ങൾ എൻ്റെ വില്ലൻ കണ്ടു, ഇപ്പതാ ഇമോഷൻസ് കണ്ടു, ഇനി ചിരിപ്പിക്കണം. അതും അറിയണം. ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെയും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പം അങ്ങനെ കുറെ വേഷങ്ങൾ ചെയ്യണം. കുറെ ഇപ്പം ഞാൻ കൂടെ ഹ്യൂമർ എഴുതാന്ന് പറയുമ്പോ ഇപ്പൊ ഗിരീഷ് ഷെഡിയുടെ ഒക്കെ ഒരു സോൺ ഉണ്ടല്ലോ, ഈ പ്രേമലു അല്ലെങ്കിൽ നമ്മുടെ തണ്ണീർമത്തൻ, ആ സോണാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ വിപിൻ ദാസിന്റെ ഒരു സോൺ ഉണ്ടല്ലോ, സിറ്റുവേഷൻസ് കോമഡിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. സിറ്റുവേഷൻ കോമഡികൾ ചെയ്യണം, ശ്രമിക്കുക എന്നുള്ളതാണ്. ചിരിക്കൂല്ല എന്നുള്ള അറിഞ്ഞൂടാ. ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. എന്തായാലും ഡെഫിനറ്റ്ലി ഈ പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. തമിഴും മലയാളവും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങട്ടെ. ഇതൊരു സെക്കൻഡ് ഇന്നിങ്സ് ആണ്. ഇതിൽ ഇനി പാളാതിരിക്കട്ടെ. ഞാൻ ശ്രമിക്കും പാളാതിരിക്കാൻ. നേരത്തെ ഒരുപാട് നമസ്കാരം. താങ്ക് യു.